അച്ഛൻ എന്താ മിനിയും വരാത്തത്? മോൻ ഉറങ്ങിക്കോ, അച്ഛൻ വന്നിട്ട് വിളിക്കാം. വേണ്ട, ഞാൻ അച്ഛൻ വന്നിട്ട് ഉറങ്ങുന്നുള്ളൂ. അമ്മേ, അച്ഛൻ വന്നു. നിങ്ങൾ ആരാ? ഞാൻ എസ്റ്റേറ്റിലെ ഒരു ജോലിക്കാരനാണ്. രാഘവൻ സാറ് ശേഖരൻ സാറിന്റെ ബംഗ്ലാവിൽ ഇരിപ്പുണ്ട്. നിങ്ങളെ കൂട്ടിക്കൊണ്ടെല്ലാം പറഞ്ഞു. ഈ അസമയത്ത് അവിടെ എന്താ വിശേഷം? അതൊന്നും എനിക്കറിയില്ല. ഇല്ല, ഞാൻ വരില്ല. അത്യാവശ്യമാണെങ്കിൽ അദ്ദേഹം തന്നെ വന്ന് വിളിച്ചോണ്ട് പോട്ടെ. എന്റെ കൊച്ചിനെ വിട്. ഇനി എന്റെ അടുത്ത് വരരുത്. എനിക്കെല്ലാം മനസ്സിലായി. നിനക്കൊന്നും മനസ്സിലായിട്ടില്ല. സുശീലേ, സുശീലേ, രാഘവേട്ടാ. സുശീലേ, രാഘവേട്ടാ, ഇവിടെ ആരും ഇല്ലേ?
ശവശരീരം അവിടെ വിട്ടിട്ട് വന്നിരിക്കുന്നു. അത് ഉടനെ അവിടുന്ന് മാറ്റണം. അതിനെന്താ വഴി? ഒരു വഴിയും കാണുന്നില്ല. ചുടലഭദ്രകാളിയെ പോലെയല്ലേ നിൽപ്പ്. അങ്ങോട്ട് അടുക്കാൻ വയ്യ. ശേഖർ സാർ, ഞാനാണ്. എന്ത് വേണം? ഞാൻ രാഘവന്റെ വീട്ടിൽ നിന്ന് വരികയാണ് സാർ. രാഘവന്റെ വീട്ടിൽ നിന്നോ? ഞാൻ അദ്ദേഹത്തിന്റെ അളിയനാണ്, ഗോപി. അവിടെ ആരെ കൊന്നിട്ടിരിക്കുന്നു സാർ. വാട്ട്? കൊന്നിട്ടിരിക്കുന്നു? അതെ, രാഘവേട്ടനെയും സുശീലയും അവിടെ കാണാനുമില്ല. നമുക്ക് അന്വേഷിക്കാം. എന്തായാലും നിങ്ങൾ ഈ കാര്യം ഇവിടെ വന്ന് പറഞ്ഞത് നന്നായി. തങ്കപ്പ, നീ ഗോപിയെ കൂട്ടിക്കൊണ്ട് രാഘവന്റെ വീട്ടിലേക്ക് പോ. ഞാൻ പോലീസിൽ ഇൻഫോം ചെയ്ത് ഉടനെ അങ്ങോട്ട് എത്തിക്കോളാം. ശരി സാർ, വരൂ. വരൂ. ഇതാ, ഇതെങ്ങനെ സംഭവിച്ചെന്ന് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. നിങ്ങൾ ഇയാളെ അറിയില്ലേ? എനിക്കറിയില്ല. രാഘവേട്ടനും സുശീലയും കാണുന്നില്ലല്ലോ. അതാണല്ലോ ഞാനും ആലോചിക്കുന്നത്. ഇനിയിപ്പോ എന്ത് ചെയ്യും? വിഷമിക്കണ്ട, എല്ലാം വേണ്ട പോലെ ശേഖരൻ മുതലാളി ചെയ്തു. എന്തിനാ നിങ്ങൾ പിടിക്കുന്നത്? വിടാൻ സാർ, ഇതാണ് പുള്ളി. തക്ക സമയത്ത് ഞാൻ ഇവിടെ വന്നുകൊണ്ട് ഇവനെ പിടികിട്ടി. ഞാൻ എന്ത് ചെയ്യുന്നു നിങ്ങൾ പറയുന്നത്? നിങ്ങൾ അയാളെ വിടണം. സാർ, ഇയാൾ പറയുന്നത് കേട്ടില്ലേ? ഞാനാണ് ഇയാളെ കൊന്നതെന്ന്. ഞാനല്ലേ ഇവരെ സാറിന്റെ വീട്ടിൽ പറഞ്ഞത്. നിങ്ങളോ? എന്റെ വീട്ടിൽ വന്നെന്നോ? നല്ല കഥ. ഇൻസ്പെക്ടർ, ഇയാൾ ഒരു വെടഞ്ഞ പുള്ളിയാണെന്ന് തോന്നുന്നു. ശേഖർ സാർ, മതി മതി. കോൺസ്റ്റബിൾ, ഇയാളെ അറസ്റ്റ് ചെയ്യൂ. കോൺസ്റ്റബിൾ, നിങ്ങളോട് വെയിറ്റ് ചെയ്യൂ. ഞാൻ ആംബുലൻസ് അയക്കാം. നടക്കണം. ശേഖർ സാർ, നിങ്ങളും എന്റെ കൂടെ സ്റ്റേഷൻ വരെ വരണം. ഞാൻ എന്റെ കാറിൽ ഉടനെ അങ്ങോട്ട് എത്തിക്കോളാം. ഓക്കെ കോൺസ്റ്റബിൾ. തങ്കപ്പ, സുശീല രക്ഷപ്പെട്ടിരിക്കുന്നു. അവൾ ജീവിച്ചിരിക്കുന്നിടത്തോളം നമുക്ക് ആപത്താണ്. ഉടനെ അവളെ കണ്ടുപിടിക്കുവാൻ ഏർപ്പാട് ചെയ്യും. ശരി സാർ. അളിയ, സാധനം കൊള്ളാമല്ലോടാ. എന്നെ ഉപദ്രവിക്കരുത്. കുഞ്ഞിന് സുഖമില്ല, ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുപോവാണ്. രോഗം എനിക്ക് മനസ്സിലായി. ഞാൻ നിന്നെ ടാക്സിയിൽ കൊണ്ടുവിടില്ലേ? വാ, ഞങ്ങളുടെ കൂടെ പോരെ. എന്താ ഇവിടെ ബഹളം? എന്നെ രക്ഷിക്കണം ചേട്ടാ, ഇവരെന്നെ ഉപദ്രവിക്കുന്നു. എന്താ ഇവിടെ? ഈ നാട്ടിൽ അമ്മ അമ്മമാർക്ക് ജീവിക്കണ്ടേ? കടന്നു പോകാൻ പോകാൻ. ഈ അസമയത്ത് തനിയെ എവിടെ പോകുന്നു? ഞാൻ ആരുമില്ലാത്തവളാണ്. എന്റെ കുഞ്ഞിന് സുഖമില്ല. ഇന്ന് രാത്രി കഴിച്ചു കൂട്ടാൻ എവിടെയെങ്കിലും സ്ഥലം കിട്ടുമെങ്കിൽ. വരൂ വരൂ, ഭയപ്പെടണ്ട, വരൂ. ഒരു സാധു സ്ത്രീയാണ്. കുഞ്ഞിന് നല്ല സുഖമില്ല. നേരം വെളുക്കുന്നവർ ഇവിടെ കിടന്നോട്ടെ. വരൂ. ഭയപ്പെടണ്ട, ചെന്നോളൂ.
അയ്യോ ജാനകി തൊട്ട് നോക്കിയേ, കുഞ്ഞിനെന്തൊരു പനിയാ. മനസ്സിലായി. പനി ഞാൻ മാറ്റിത്തരാം. ഇവളെ ഒന്ന് ഇറക്കി വിട്ടേച്ച്. ഇറങ്ങടി വെളിയില്. നിന്നെ കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചതാ. അയ്യോ ചേച്ചി, ഞാൻ അല്ല അമ്മായി. ഇറങ്ങിപ്പോടി. ഇറങ്ങിപ്പോകാൻ. ഇറങ്ങാൻ. ആ പാവം പെണ്ണിനെ ദേ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്.